പൂഞ്ഞാർ ആശാൻ 4.5 കോടി പറ്റിക്കപ്പെട്ടു എന്നുള്ള ഒരു വാർത്തയുണ്ട്. അതായത് നമ്മുടെ PC ജോർജ് അദ്ദേഹത്തിന്റെ 4.5 കോടി രൂപയാണ് പറ്റിക്കപ്പെട്ടു എന്നുള്ള പരാതിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നത് BJP-യുടെ ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ്. എന്നാലും സർ, PC ജോർജിനെയും 4.5 കോടി പറ്റിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു നെഞ്ചുവേദനയൊക്കെ ഉണ്ട്. ഇത് വേണ്ടായിരുന്നു. അല്ല, എനിക്ക് പക്ഷെ അങ്ങനെയില്ല. കാരണം 4.5 കോടിയിലേ പറ്റിച്ചുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ PC ജോർജിന്റെ ആശയല്ല, PC ജോർജിന് പൂഞ്ഞാറിലേക്ക് വേണ്ടിയിട്ട് 32 മണ്ഡലങ്ങളിലേക്ക് ഇവര് A ക്ലാസ് മണ്ഡലങ്ങളിൽ 4.5 കോടി രൂപ വീതം കൊടുത്തിരുന്നു എന്നാണ്. അപ്പൊ ആ 4.5 കോടി രൂപ കൊടുത്തിരുന്നു എന്ന കണക്കുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അതിന് 4.5 കോടി കൊടുത്തതിന് PC ജോർജിന്റെ മണ്ഡലത്തിന് ഒരു A ക്ലാസ് മണ്ഡലം അല്ല, പക്ഷെ A ക്ലാസ് മണ്ഡലം എന്നുള്ളത് PC ജോർജിന്റെ ഒരു സ്വാധീനത്തിൽ കൂടി ജയിക്കാൻ കഴിയും എന്ന് വിചാരിച്ചിട്ട് കൊടുത്താണെന്നാണ് പറഞ്ഞത്. അപ്പൊ പുള്ളിയുടെ തന്നെ വാക്കുകൾ പറഞ്ഞാൽ 4.5 കോടി ചെലവഴിച്ചു, എത്ര പേർക്ക് അറിയാം, എത്ര പേർക്ക് എത്ര വീതം കിട്ടിയെന്ന്. പുള്ളി യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ ഒരു പ്രസംഗം നടത്തിയിരുന്നു. ആ BJP-യുടെ തന്നെ മറ്റേ ഒരു ജൂലൈ 18-ാം തീയതി എരുമേലിയിൽ കേഡർമാരുടെയും നേതാക്കളുടെ ഒരു ക്യാമ്പ് നടത്തി. ആ ക്യാമ്പിൽ നടത്തിയ പ്രസംഗമാണ് യഥാർത്ഥത്തിൽ പുറത്തേക്ക് വന്നത്. അപ്പൊ ബാക്കി അവിടെ ഇരുന്ന നേതാക്കന്മാരിൽ ആരെങ്കിലും ഷൂട്ട് ചെയ്തായിരിക്കും ഇത് പുറത്തേക്ക് കൊടുത്തിട്ടുണ്ടാവുക. അത് റിപ്പോർട്ടർ ചാനലിൽ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ആ പുറത്തേക്ക് വിട്ടതിൽ പറയുന്ന ഒരു വാചകം എന്ന് പറഞ്ഞാൽ, സാമ്പത്തിക കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. അപ്പൊ ഞാൻ ഇടപെടാതിരുന്നതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മറ്റേ ഒരു കണക്ക് ചോദിച്ച് BJP-യുടെ മധ്യമേഖലാ ജനറൽ സെക്രട്ടറിയാണ് ഇത് മുഴുവൻ കൈകാര്യം ചെയ്തത്. അദ്ദേഹത്തിന്റെ പേര് സജി കുരിയാട് എന്നാണ്. അപ്പൊ അദ്ദേഹത്തിനെ വിളിച്ചപ്പോ ഒരു 3 ദിവസം കഴിഞ്ഞ് ഒരു 4,45,00,000 കണക്ക് കൊണ്ടുവന്ന് തന്നു. അപ്പൊ അതിൽ പേരുകളല്ല, പല പാർട്ടി ആളുകളെയും വിളിച്ച് ചോദിച്ചു ഈ പണം കിട്ടിയോ എന്നുള്ളത്. കാരണം അവർ പണം കൊടുത്തു എന്നുള്ള പേരുകളിൽ. അപ്പൊ ആ പണം ആർക്കും തന്നെ കിട്ടിയിട്ടില്ല. അതായത് തന്റെ കൈകൾ ശുദ്ധമാണെന്ന് PC പറയുകയും തലയിലേക്ക് ഇത് വെക്കുകയും ചെയ്യുന്നത്. അല്ല, സജി തലയിലേക്ക് വെക്കാൻ പുള്ളിയാണ് പണം കിട്ടിയത്, പുള്ളിയാണ് പണം ഡീൽ ചെയ്തെന്നാണ് പറഞ്ഞേക്കണം. അപ്പൊ ഓരോ ബൂത്തിലും 31,000 രൂപ വീതം കൊടുക്കാൻ പറഞ്ഞിരുന്നു, അത് കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. പണം എവിടെ പോയി എന്ന് പറഞ്ഞാൽ PC വളരെ സാധാരണ അദ്ദേഹത്തിന്റെ പ്രസംഗം പോലെ തന്നെ സംസാരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം ദേഷ്യപ്പെടുന്നില്ല. സാധാരണ അദ്ദേഹം ഇതിന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നതാണ്. അദ്ദേഹം പറയുന്ന അടുത്ത കാര്യം, തിടനാട് പഞ്ചായത്തില് 3000 വോട്ടുകൾ എനിക്ക് ഒറ്റക്ക് നിന്നപ്പോൾ ഭൂരിപക്ഷം കിട്ടിയതാണ്. പക്ഷെ അവിടെ ഞാൻ 2ാം സ്ഥാനത്ത് പോയി. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എനിക്കറിയില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ ബൂത്തുകളിലും തന്നെ ഇതുപോലെ പണം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. പിന്നെ പുള്ളി മറ്റ് ചില സ്ഥലങ്ങളിലെ ഡീറ്റെയിൽസ്, അതായത് കാളകെട്ടിയിലെ ബൂത്തിൽ അതുപോലെ ഭൂരിഭാഗം വോട്ട് എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചാണ്, അവിടെ കിട്ടിയില്ല. അപ്പൊ അവിടെയും 31,000 രൂപ കൊടുത്തോന്ന് ചോദിച്ചു ബൂത്ത് എന്റെ കമ്മിറ്റി പ്രസിഡന്റിനെ വിളിച്ചിരുന്നു. അപ്പൊ പുള്ളി കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ വേറൊരുത്തന് കിട്ടിയോന്ന് ചോദിച്ച് കൊടുക്കാൻ ഏൽപ്പിച്ച ഒരുത്തനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവനെ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു കൊടുക്കാൻ മറന്നുപോയതാണ്. ജസ്റ്റ് ഒരു എന്നാണ് മെമ്മറി ലോസ്, ഒരു ഓർമ്മക്കുറവ്, അത്രേ ഉള്ളൂ, മറന്നുപോയി. അപ്പൊ അവനെ പിന്നെ വിളിച്ചു, വായി തോന്നി ചീത്തയൊക്കെ വിളിച്ചു. എന്നിട്ട് അവനോട് കാശ് തിരിച്ചു മേടിച്ചു എന്നാണ് പറയുന്നത്. അത് പുള്ളി ബൈബിളിൽ ആ പൈസ വെച്ചു എന്നാണ് പറയുന്നത്. ആ പൈസ ബൈബിളിലേക്ക് വെച്ചു. അത് 31,000 രൂപ മാത്രം. അതായത് 4,45,00,000 രൂപയിൽ 31,000 രൂപ മാത്രം PC-യുടെ കയ്യിലേക്ക് തിരിച്ചു കിട്ടി എന്നുള്ളതാണ് പറയുന്നത്. അതായത് സജി കുരിയാട് മൊത്തം പൈസയും വെട്ടിച്ചു എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അവനോട് മാത്രം തിരിച്ചു വാങ്ങി, വയൽ തോന്നി ചീത്തയെല്ലാം വിളിച്ചു. അത്ര വൃത്തികെട്ടവന്മാരാ പാർട്ടിയിൽ നിന്നാണ്. അത് പുള്ളി പറഞ്ഞ കാര്യം. പിന്നെ പുള്ളി പറയുന്നത് വെച്ചാൽ അടുത്തത് പുള്ളിയുടെ പ്രാക്ക് കൂടിയുണ്ട്, അതും കൂടി കേൾക്കണം. അത് പറഞ്ഞിട്ട് ഞാൻ ബാക്കി താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക്. എല്ലാവരും കാറ് മേടിച്ചു, BJP-യുടെ കാശും കൊണ്ട് കാറ് മേടിച്ചാൽ ആ കാറ് എവിടെയെങ്കിലും ചെന്ന് ഇടിക്കുമെന്ന് പറഞ്ഞു. അതെല്ലാം ഇടിച്ചു പോകുമെന്ന് പറയണ. പ്രാകുന്നത് ഞാനാണെന്ന് പറഞ്ഞു. അതായത് പുള്ളി പ്രാകുന്നത് ഞാനാണ്, മോട്ടിച്ചവനെയൊക്കെ ദൈവം തമ്പുരാൻ വിടില്ല എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ BJP-ക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പുള്ളി നിസ്സഹായനാണ്. പുള്ളി ലാസ്റ്റ് ദൈവം തമ്പുരാനിൽ വിശ്വാസം അർപ്പിച്ച് എന്ത് ചെയ്തു, വിട്ടു. ഇനി ഇത് കൂടാതെ ഈ വേദിയിൽ സദസ്സിലിരുന്ന ആളുകളെ നോക്കി BJP നേതാക്കൾ വേദിയിലുണ്ട്. അവർക്ക് വലിയ അമ്പരപ്പൊന്നുമില്ല, അതൊക്കെ സ്വാഭാവികമെന്ന് അവർക്കറിയാം. ചെറിയൊരു, പക്ഷെ ഇത് അങ്ങനെ എന്തിനിങ്ങനെ പുറത്തു വരണമെന്നുള്ളൊരു അങ്കലാപ്പ് അവർക്കുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത്, പിന്നെ സദസ്സിലിരിക്കുന്ന ആളുകളെ നോക്കി നിന്റെ പേര് അതിനകത്തുണ്ട്, നീയൊക്കെ പൈസ വാങ്ങിയിട്ടുണ്ടോ എനിക്കറിയില്ല എന്ന് പറയണ്ട. അതായത് യോഗത്തിന് വന്നത് ബുദ്ധിമുട്ടായി. ഓരോരുത്തരും ചൂണ്ടിക്കാണിച്ചത് നിന്റെ പേര് അതിനകത്തുണ്ട്, ഇതാണെന്നായി. ഇതിലെ ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ,
ഇതിപ്പോ താങ്കൾ വിചാരിക്കും വലിയ കേസൊക്കെ വന്നു. കേസൊന്നും ഇല്ല. ആവില്ല. കാരണം എന്താണെന്നറിയാമോ? ഒരു നിയമസഭാ മണ്ഡലത്തിലാകെ 40 ലക്ഷം രൂപ ചെലവഴിക്കാൻ പാടുള്ളൂല്ലോ. നിയമപരമായി പാടുള്ളൂ. അപ്പൊ എന്താണെങ്കിലും ബാക്കിയുള്ളത് മുഴുവൻ കള്ളപ്പണമായിരിക്കും. ഉം. അപ്പൊ അതുകൊണ്ട് ഇത് ഒരിക്കലും കേസാവൂല. പിന്നെ പുള്ളി പറഞ്ഞത് അടുത്ത വാചകം, കണക്കിലുള്ള വിവരങ്ങൾ പുറത്തുവിട്ടാൽ പ്രവർത്തകർക്ക് വലിയ വിഷമം ഉണ്ടാകുമെന്നാണ്. ഇത്ര ഉം. വൃത്തികെട്ടവന്മാരാണ് പാർട്ടിയിൽ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പുള്ളി BJPയുടെ ദേശീയ നേതാവാണെന്ന് നിങ്ങൾ ആലോചിക്കണം. ഉം. ജൂലൈ 18-ാം തീയതി എരുമേലിയിൽ കേഡർമാരുടെയും നേതാക്കളുടെയൊക്കെ ഒരു ക്യാമ്പ് നടന്നു. അവിടെ വെച്ചിട്ടാണ് പുള്ളി പ്രസംഗം നടത്തിയത്. പിന്നെ ഉം. പ്രേക്ഷകർ അറിയാൻ വേണ്ടി ഞാൻ മറ്റു ചില കണക്കുകൾ കൂടി പറയാം. അത് പറയൂ ഇത് സർ. റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട വാർത്തയാണ്. അവര് ഈ ഇദ്ദേഹം പ്രസംഗിക്കുന്നത് അങ്ങനെ തന്നെ പുറത്തുവിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രതി അറിയേണ്ടത് ആ ക്യാമ്പിൽ BJP നേതാക്കന്മാർ മാത്രം ഉണ്ടായുള്ളൂ. ഉം. അപ്പൊ കാശ് കിട്ടാത്ത ആരോ ഇത് ഷൂട്ട് ചെയ്ത് ഒരു പുറത്ത് മൊബൈലിൽ ഷൂട്ട് വിട്ടതാ. ചെയ്തേക്കണേ, മനസ്സിലായേ? പിന്നെ പുള്ളി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 32 സ്ഥലങ്ങളിൽ 4.5 കോടി രൂപ വീതം. റിപ്പോർട്ടറിന് തന്നെ വാർത്തയാണ്, 4.5 കോടിയാണ്. 32 സ്ഥലങ്ങളിൽ 4.5 കോടി എന്ന് പറയുമ്പോൾ എത്രയായി? 144 കോടി. ഉം. ബാക്കിയുള്ള 108 സ്ഥലങ്ങളിൽ 2.5 കോടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എത്ര? 270 കോടി. എന്ന് പറഞ്ഞാൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ഫണ്ട് തന്നെ, അതായത് സെൻട്രൽ ലീഡർഷിപ്പിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഫണ്ട് തന്നെ ജസ്റ്റ് 414 കോടി രൂപ. ഉം. പിന്നെ കൂടാതെ പാർട്ടി പിരിച്ചിട്ടുണ്ട്, സ്ഥാനാർത്ഥികളും പിരിക്കാറുണ്ട്. കേട്ടിട്ട് കൊതിയായിട്ട്. ഇത് സ്ഥാനാർത്ഥിയായാലും മതിയായിരുന്നു ലീഡർഷിപ്പിലേക്ക്. അടുത്ത ജന്മത്തിലെങ്കിലും നമ്മളെ BJPയുടെ മധ്യമേഖല ജനറൽ സെക്രട്ടറി ജനിപ്പിച്ചാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ എത്ര കാശ് ഇവര് എന്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെയാണ് മറ്റേ വലിയ ഫണ്ട് വിവാദം എവിടെ നടക്കണ? ഉം. തിരുവനന്തപുരത്തും മറ്റേ സുരേഷുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വലിയ ഫണ്ട് വിവാദം, സുരേഷ് വെച്ചിട്ടുള്ള ആളുകളാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ഫണ്ട് വിവാദമൊക്കെ നടക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിലൂടെയാണ് ഇപ്പൊ ഇതിന്റെ ഇത്. പിന്നെ പുള്ളി ഇതെല്ലാം നിഷേധിച്ചിട്ടുണ്ട്. PC ജോർജ് പാർട്ടി തന്നെ ഇത് വിളിച്ചു ചോദിച്ചപ്പോൾ പുള്ളി ഇതെല്ലാം നിഷേധിച്ചു. കാരണം ഇത് തലവേദനയൊന്നും പുള്ളിക്ക് മനസ്സിലായിരുന്നു. കാരണം ഒന്ന്, ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തേക്കണ കണക്ക് പ്രകാരം 30-35 ലക്ഷം രൂപ ചെയ്തിട്ടുണ്ട്, ഉപയോഗിക്കാൻ കൊടുത്തിട്ടുള്ളു. 28-30 ലക്ഷം രൂപ, 35 ലക്ഷം രൂപ കൊടുത്തിട്ടുള്ളു. അപ്പൊ അതൊന്ന്. രണ്ടാമത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കണക്ക് എവിടെ പോയി ചോദിക്കാൻ? ആരോട് ചോദിക്കാൻ? പിന്നെ പുള്ളി അതുകൊണ്ട് പറഞ്ഞ ന്യായീകരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. രാവിലെ മാധു സജി ചോദിച്ചപ്പോ, ഭാഗ്യത്തിന് മാധു സജി കൂടുതലൊന്നും ചോദിച്ചില്ല, അല്ലെങ്കിൽ ആ ദേഷ്യം മാധുവിന്റെ അടുത്ത് തീർത്താല്. അപ്പൊ മറ്റേ മാധുവിന്റെ മറ്റേ സജി ചോദിച്ച് ഇത് എന്താ പറയാനുള്ളത് ഞാൻ പുള്ളിയാണ്. അത് ഞാൻ ആ യോഗത്തിന് ചെന്നപ്പോ അവിടെയുള്ള ചില ആളുകൾ പറഞ്ഞു, അപ്പൊ അങ്ങനെ ഞാൻ തെറ്റിദ്ധരിച്ചാണ് അത് മുഴുവൻ സംസാരിച്ചതെന്ന്. എന്ന് പറഞ്ഞാൽ പുള്ളി അവിടെ ചെന്നപ്പോ കിട്ടിയല്ല, പുള്ളി കൃത്യമായിട്ട് അതിനകത്ത് പറയേണ്ട 3 ദിവസം മുമ്പ് എനിക്ക് കണക്ക് തന്നു, ആ കണക്ക് എന്റെ കയ്യിലുണ്ട്, ആ കാര്യങ്ങളുണ്ടെന്നാണ്. പിന്നെ പുള്ളി പറയുന്ന സജി കൂരിയാട് എന്ന് പറയുന്ന പുള്ളി വളരെ മാന്യനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു അധ്യാപകനാണ്, ഒരു വേഴ അഴിമതി ഇല്ലാത്ത ഒരാളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് നടന്നു എന്നുള്ളത് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടുള്ളൂ. അപ്പോൾ എന്ത് നടന്നു, പിന്നെ എങ്ങനെ സെറ്റിൽ ചെയ്തു എന്നുള്ളത് മാത്രമേ നമ്മള് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എല്ലാം ശുഭം. കാരണം അല്ലെങ്കിൽ ഇനിയിപ്പോ പോലും ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുത്തത് തലവേദനയും ഈ വീഡിയോ അടക്കം. അപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു BJPയുടെ നേതാവായിരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര സുന്ദരമായ കാര്യമാണ്. കേരളത്തിലൊരു അധികാരം കിട്ടിയിട്ടില്ലെന്ന് നിങ്ങൾ ആലോചിക്കണം. കേരളത്തിൽ ഇതേവരെ അധികാരം കിട്ടാത്ത 15% വോട്ടുകളുള്ള ഒരു പാർട്ടിയുടെ കാര്യമാണ് ഈ പറഞ്ഞത്. ഏത് 414 കോടി രൂപ. പിന്നെ നമ്മുടെ അഖിൽമാരാരൊക്കെ സങ്കടപ്പെടുന്നതിൽ ഒരു അർത്ഥമില്ലേ? ഇതിനിടയ്ക്ക് അഖിൽമാരാർ എന്ന് പറഞ്ഞേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മണ്ഡലത്തിനും 3 കോടി രൂപ 40 കോടി രൂപ പുള്ളി മേടിച്ചെന്നാണ് ആര്? അഖിൽമാരാരുടെ പേര് പറഞ്ഞ് തൃക്കാക്കരയിലേക്ക് 3 കോടി രൂപ മേടിച്ച് അതിന്റെ 5 പൈസ കിട്ടിയില്ലെന്ന് പറഞ്ഞു. ജനങ്ങളെയൊക്കെ സേവിക്കണൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ സ്വന്തം നമ്മളെന്തെങ്കിലും സേവിക്കണ്ടേ? എത്ര മനോഹരമായ പാർട്ടിയാണെന്നാണ് എനിക്ക് PC-നെ എനിക്ക് ഇഷ്ടം കൂടിച്ചിരിക്കും. കാരണം ഈ PC-ക്ക് ഒരു ഗുണമുള്ളത്, PC വല്ല ഇടക്കെങ്കിലും സത്യം തുറന്നു പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ PC പറയുന്നുണ്ട് മറ്റേ ഇത്ര വൃത്തികെട്ടവന്മാരാണ് നമ്മുടെ പാർട്ടിയിൽ. ഒന്ന് ആലോചിച്ചു. BJPയുടെ ഒരു നിലപാടും 3 MLA-മാരുണ്ട്. അവരെന്തെങ്കിലും പ്രസ്താവന നടത്തിയത് അങ്ങ് കേട്ടിട്ടുണ്ട്?
പ്രജിത ഇപ്പൊ എന്തായാലും പത്രമൊക്കെ വായിക്കുന്നതാണല്ലോ, വാർത്തയും കാണുന്ന ഒരാളാണ്, വാർത്ത ഇത് ജോലിയായി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഇപ്പൊ സാധാരണ ഒരാൾ ഒരു 2-3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂറൊക്കെ ന്യൂസ് കേൾക്കുക. പ്രജിതയും ഞാനും ഒക്കെ അതുപോലെ അല്ലല്ലോ. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിൽ ജീവിക്കുന്ന ആളുകളാണ്. അതായത് ഇത് നമ്മൾ എന്താണ് ഇത് കഴിച്ച് ഇത് കുടിച്ച് നമ്മൾ ജീവിക്കുന്ന ഒരാളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ പോലും ഈ കഴിഞ്ഞ ഈ 3 BJP-യുടെ നേതാക്കന്മാരെ എന്തെടുക്കണം എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രജിതൊക്കെ ഇവരായിട്ട് കുറച്ചുകൂടി പരിചയം ഉണ്ടാവല്ലോ, ഒന്ന് പറഞ്ഞു. പെട്ടു. അല്ല, ഞാൻ പറഞ്ഞ ഇപ്പൊ ബി മുരളീധരൻ ഉണ്ട്, രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ട്, അതുപോലെ ബിബി ഗോപകുമാറുണ്ട്. എന്താണ് ഇവർ ചെയ്യണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇവരൊരു വാർത്ത, ഒരു പ്രസ്താവന വരുന്നുണ്ട്. ഈ കേരളത്തിൽ ഇപ്പൊ ഒരു വിഷയമില്ലേ, പ്രളയം വന്നു, ഇവരെവിടെയായിരുന്നു എനിക്കറിയാമല്ലോ. സാർ അവര് മോദിക്ക് പഠിക്കുകയാണ്, ആവശ്യ സമയത്ത് മിണ്ടില്ല. അല്ല, ഞാൻ പറഞ്ഞൊരു പ്രളയം കേരളത്തെ പിടിച്ചുകുലുക്കി ഒരു പ്രളയം വന്നില്ല. അപ്പൊ ഓക്കെ, നമ്മുടെ ആളുകൾ ഇറങ്ങി സഹായിക്കണമെന്നോ അല്ലെങ്കിൽ വേണ്ട ഞങ്ങൾ ഇന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണെന്നോ എന്തെങ്കിലും കാണണ്ടേ? ഞാൻ സത്യം പറഞ്ഞ കഴിഞ്ഞ ദിവസം വി മുരളീധരനെ ഞാൻ വെറുതെ സെർച്ച് ചെയ്ത് ഫോട്ടോ ഉണ്ടായിരുന്നു, കാണാനുള്ള ഒരു കൊതി കൊണ്ട്. കുറെ ആളായല്ലോ പുള്ളിനെ എന്ത് ചെയ്യുന്നു. ഞാൻ വിചാരിച്ചത് വി മുരളീധരനെ കുറെ കൂടി അഗ്രസീവ് ആയിട്ടുള്ള ഒരു നിലപാടുകൾ ഗവൺമെന്റിനെതിരെ എടുക്കും, ബാക്കിയുള്ളതിനൊക്കെ എതിരെ എടുക്കുമെന്നാണ്. സത്യം പറഞ്ഞാൽ ആകെ കാണുന്ന ഒരു നേതാവേ ഉള്ളൂ, അതിലേക്ക് സന്തോഷമുണ്ട്, അത് കെ സുരേന്ദ്രനാണ്. ഇവരെ ആരെയും കാണാനില്ല. 3 പേര് MLA-മാരാണല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ പരിചയമുള്ള ചില ചാനലുകൾ വിളിച്ച് ചോദിക്കണമെന്ന് വെച്ചു, കാരണം ഇവരെന്താണെന്നുള്ള. അല്ലെങ്കിൽ ഇവരെ വിളിച്ച് നിങ്ങളൊരു ബൈറ്റ് എടുക്കും, കാരണം അങ്ങനെയെങ്കിലും ഒരു വീഡിയോ ഒക്കെ കാണാമല്ലോ. ഒരു ചോദ്യം ചോദിക്കുമ്പോഴെങ്കിലുള്ള ഉത്തരം. സത്യം പറഞ്ഞ ഒരു ചോദ്യം പോലും മാധ്യമങ്ങൾ ചോദിക്കുന്നില്ല ഇവരോട്. ചോദിക്കണ്ട, ഇവരേതെങ്കിലും സ്ഥലത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഒരു ബൈറ്റ് ഒന്നും എടുക്കുന്നില്ല. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരിനി മറ്റേ നമ്മുടെ സുഹൃത്ത് പാവം PV അൻവർ പോയ പോലെ ഇവര് പോയാന്നൊക്കെ ഞാൻ വിചാരിച്ചു. മറ്റേ PV അൻവർ മറ്റേ സ്വർണം ഇത് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തല്ലോ, പോയല്ലോ. പക്ഷെ PV അൻവർ അവിടെ പോയിട്ട് പോലും പുള്ളിയുടെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. കാരണം പുള്ളി തൊപ്പിയൊക്കെ വെച്ച് താടിയൊക്കെ ഉള്ളത് പുള്ളി വീഡിയോ ഇട്ടായിരുന്നു, മനസ്സിലായി. പക്ഷെ ഇതുപോലും ഇല്ല. എന്താ പറ്റിയത്? സത്യം പറഞ്ഞ സമയമില്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ ഞാൻ BJP-യുടെ സംസ്ഥാന കാര്യാലയത്തിൽ ഒന്ന് അന്വേഷിക്കണമെന്ന് വെച്ചാൽ, എന്താ നിങ്ങളിത് എവിടെയാണ്, എന്താന്ന് ഇവിടെ ഉണ്ടോ? അല്ല ഓഫീസറൊക്കെ ഉണ്ടെന്ന് അറിയണല്ലേ സാർ? അതൊരു പോളിസി ആയിക്കൂടെ? അതായത് ഞാൻ നേരത്തെ സാർ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞല്ലോ, തമാശയായിട്ടാണ് ഞാൻ പറഞ്ഞെങ്കിലും, ഇപ്പോ മോദിയുടെ വിഷയം എടുക്കുമ്പോൾ പോലും നമ്മൾ പലപ്പോഴും ഇപ്പൊ CJP-യുടെ കാര്യത്തിലാണെങ്കിൽ പോലും നേതാക്കൾ, അതായത് കേന്ദ്രത്തിലുള്ള നേതാക്കൾ കാണിക്കുന്ന ഒരു രീതി ഇത് തന്നെയാണ്. അതായത് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അവരുടെ യാതൊരു തരത്തിലുമുള്ള ഒരു സ്റ്റേറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. ഏറ്റവും ഒടുവിൽ അവർക്ക് തോന്നുന്ന ഒരു സമയത്ത് വന്നിട്ട് അവര് പറയുന്നത് നമ്മൾ കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് തന്നെ ആയിരിക്കില്ല ഇവര് ഫോളോ ചെയ്യുന്നുണ്ടാവുക. എന്ത് പറ്റി സർ? മറുപടി ഇല്ലാതെ ആദ്യമായിട്ടാണ് എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെ അവസാനം. വലിയ പല ആളുകളോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഉത്തരമില്ലാതായി പോകുന്ന ഒരു നിമിഷം എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അല്ല, ഞാൻ സീരിയസ്ലി പറയട്ടെ. ഇനി പ്രജിത ഇപ്പൊ ഞാൻ ബുദ്ധിമുട്ടിയാണെങ്കിൽ ഉത്തരം പറയണത്, ശരിയാണോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. എന്നാലും പ്രജിത കേക്ക്. പ്രജിത ഇവിടത്തെ BJP-നെയും കേന്ദ്ര BJP-നെയും ഒരുപോലെ എടുക്കരുത്. കേന്ദ്രത്തിലെ BJP എന്ന് പറഞ്ഞാൽ അവര് പ്രധാനമന്ത്രിയാണ്, അവര് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്, അവര് പ്രതിരോധ വകുപ്പ് മന്ത്രിയാണ്, അവര് ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. അവർക്ക് ജനങ്ങളോട് സംസാരിക്കണമെന്നോ കാര്യമൊന്നും ഉണ്ടാവില്ല, കാരണം ചോദ്യങ്ങൾ മുഴുവൻ അവർക്ക് നേരെയാണ്, മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് അവര് മിണ്ടാതിരിക്കും. അത് നമുക്ക് മനസ്സിലാക്കാം. അതിപ്പോ ഭരണത്തിലുള്ള ആളുകളൊക്കെ തന്നെ മിണ്ടാതിരിക്കും, അതിന് പ്രശ്നമില്ല. ഇനി വാ തുറന്നാൽ തന്നെ എന്തെങ്കിലും വർഗീയ പരാമർശമൊക്കെ വരുമ്പോ ഹിമന്ത ബിശ്വ ശർമ്മ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബാക്കിയുള്ള ആളുകൾ, ഇതുപോലെ നമ്മുടെ ഭരിക്കുന്ന മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഫഡ്നാവിസ്, ഇത്തരത്തിലുള്ള ആളുകൾക്ക് പറയാം. അതേ സിറ്റുവേഷൻ അല്ലല്ലോ പ്രജിത ഇവിടെ. പറയാൻ മനസ്സിലായി, ഇവിടെ ഓപ്പോസിഷൻ ആണ്. അപ്പൊ ഒപ്പോസിഷൻ എന്ത് ചെയ്യുന്നു? ഒരു പ്രളയത്തിലും കേരള രാഷ്ട്രീയത്തിലും ഇടപെടാതെ മിണ്ടാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്തൊരു അസംബന്ധമാണെന്നുള്ളത് ആരെങ്കിലും ആലോചിക്കണം. അതാണ് എന്റെ ചോദ്യം. ഇപ്പൊ നമ്മളെ തൊട്ടപ്പുറത്ത് തമിഴ്നാടുണ്ട്, അവിടെ ആകെ 10-11% സീറ്റ് ഉണ്ടായിട്ട് പാവം പിടിച്ച അണ്ണാമല എന്തൊക്കെ കിടന്ന് കാണിച്ചെന്നുള്ളത് താങ്കൾക്ക് അറിയാല. സ്വയം ചാട്ടവാറടിക്കുന്നു, കുരിശേ കയറുന്നു, എന്താണ് മറ്റേ മുരിക്കവിടെ ഇല്ലാത്തതുകൊണ്ട് അതിന്റെ പുറത്ത് പുള്ളി കയറിയുന്നത് മാത്രം. ശരിക്കും പറഞ്ഞാൽ പല അഭ്യാസവും പുള്ളി എന്ത് ചെയ്തില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ കാണിക്കണ്ടേ, എന്നാലല്ലേ ഇവിടെ എന്ത് ചെയ്യുള്ളൂ, ഇവിടെ ഞങ്ങളുണ്ട് എന്നുള്ളത് ചിന്തിക്കാൻ പറ്റുള്ളൂ. അവിടെ പുള്ളിക്ക് ഒരു MLA പോലും ഉണ്ടായില്ലെന്ന് മനസ്സിലാക്കണം. ഒരെണ്ണം തരുമെന്ന് കെഞ്ചി ചോദിച്ചിട്ട് കോയമ്പത്തൂരൊക്കെ ചില 8 പൊട്ടിക്കും. അത് പോട്ടെ, ഇവിടെ 3 കിട്ടിയല്ലോ.
ആ 3 കിട്ടിയ ആളുകൾ എവിടെ? കേരളത്തിൽ പ്രളയം ഉണ്ടായി, PM ശ്രീയുടെ വിഷയമുണ്ട്, ബാക്കിയുള്ളത് ഉണ്ടായി, ഈ പറയുന്ന പോലെ 150 പ്രശ്നങ്ങൾ ഉണ്ടായി. ഈ വിഷയം കേരളത്തിൽ വിഷയമില്ല. അപ്പൊ വരണ്ടേ? അതിന് പ്രജിത രാജീവ് ചന്ദ്രശേഖരനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിനെയും മുരളീധരനെയും കൂടി ഒരുമിച്ച് കമ്പയർ ചെയ്ത്. കാരണം അവരവിടെ അധികാരത്തിലാണ്. ഇനി അവിടെ മഹാരാഷ്ട്രയില്, ഹരിയാനയില്, മധ്യപ്രദേശിൽ ഇവിടെ ഒന്നും ഇവർക്ക് മിണ്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. കാരണം എന്താ, അവരെ സേഫർ പൊസിഷനിലാണ്. അവര് ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങൾ വന്നാലേ അവർക്ക് പേടിക്കേണ്ടുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. എങ്ങനെയെങ്കിലും ഒരു 3-4 മാധ്യമങ്ങൾ വരും, ഞങ്ങളൊന്ന് എന്ത് ചെയ്യട്ടെ, ഫ്രെയിമിൽ കയറി. പക്ഷെ അവർക്ക് അതിനുള്ള ഗ്യാപ്പ് ഇല്ല എന്നുള്ള അവർക്ക് അറിയാമല്ലോ സർ. എവിടെ? അതായത് ഒപ്പോസിഷൻ ആണെങ്കിൽ പോലും ഇവര് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അവരുടെ വായിൽ നിന്ന് വീഴുന്നത് പോലും നേരെ തിരിച്ച് ബൂമറാങ് പോലെ ആകും എന്നുണ്ടെങ്കിൽ അവരതിന് മുതിരുമോ? അല്ല, അങ്ങനെ പ്രജിത പറഞ്ഞാൽ പറ്റി എനിക്ക് അതിൽ എതിർപ്പില്ല. കാരണം എന്റെ വായി എന്ന് പറയുന്നത് മണ്ടത്തരങ്ങളായിരിക്കും, എനിക്ക് തന്നെ കുരിശാകും എന്നുണ്ടെങ്കിൽ പിന്നെ ഉണ്ടായിരിക്കുന്ന നല്ലത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ. മുരളീധരനെയും രാജീവ് ചന്ദ്ര, ഞാൻ താങ്കൾ പറഞ്ഞ പോലെ അത്രയും വില കുറച്ചവരെ കാണുന്നില്ല. ഞാൻ വിചാരിക്കുന്ന അവർ അങ്ങനെയുള്ള ആളുകളല്ല, കുറച്ചുകൂടി ബുദ്ധിയുള്ള ആളുകളാണ്. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരൻ പറയുമ്പോൾ ചിലപ്പോൾ ശരിയാണ്, മലയാളമൊക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ അദ്ദേഹം സംസാരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറയണത് എസ് സുരേഷിനോ അല്ലെങ്കിൽ മുരളീധരനോ അല്ലെങ്കിൽ ഗോപകുമാറിനോ ഒക്കെ എന്താണ് പ്രശ്നമുള്ളത്? അവരൊക്കെ ഗംഭീരമായി സംസാരിക്കുന്ന ആളുകളാണ്. രാജീവ് ചന്ദ്രശേഖരൻ സംസാരിച്ചതിന് തെറ്റൊന്നുമില്ല. പുള്ളി പിന്നെ പറയുമ്പോ മലയാളത്തിന്റെ ഒരു പ്രശ്നം മുണ്ട് മാത്രമാണ്. എന്ത് ചെയ്യും, അല്ല മടക്കി കുത്താൻ അറിയാന്നുള്ള ഡയലോഗ് പുള്ളി ട്രൈ ചെയ്യാതിരുന്നാൽ മതി. പുള്ളിനോട് ഞാൻ പറയണ, പുള്ളിക്ക് ഇനി PR ഏജൻസികൾ, പുള്ളിയുടെ PR ഏജൻസികൾ ശ്രദ്ധിക്കണം. എനിക്ക് പുള്ളിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പുള്ളിയുടെ PR ഏജൻസികൾ പുള്ളിക്ക് എഴുതി കൊടുക്കേണ്ടത് ഈ രഞ്ജി പണിക്കർ സിനിമകളൊക്കെ കണ്ടിട്ട് ഇംഗ്ലീഷ് ഡയലോഗുകൾ ഉണ്ട്, അത് എഴുതി കൊടുക്കണം. മനസ്സിലായ? ഇറ്റ് ഈസ് ക്വൈറ്റ് അൺബിക്കമിങ് ആൻ ഓഫീസർ എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് ഇല്ല, അതൊക്കെ എഴുതി കൊടുക്കണം. അല്ലാതെ മുണ്ട് ഉടുക്കാനും അറിയാം, മടക്കി കുത്താനും അറിയാന്ന് പറഞ്ഞാൽ പുള്ളി മടക്കൂല, കുത്തും മാത്രമേ ഉള്ളൂ. പുള്ളി മടക്ക് വിട്ടു. മനസ്സിലായ? മടക്ക് പുള്ളിക്ക് ശീലമില്ല. അപ്പൊ അതുകൊണ്ട് അത് വിട്ടു. പക്ഷെ ബാക്കി രണ്ടുപേരും എന്തെടുക്കുന്നത് എനിക്കറിയാം. സത്യത്തിൽ എനിക്ക് എന്റെ ഇത് ഇപ്പൊ പ്രജിതയ്ക്ക് വിചാരിക്കുന്നത് ഞാൻ കളിയാക്കുകയാണെന്നാണ്. അല്ല, എന്റെ ജിജ്ഞാസ കൊണ്ട്, എന്റെ ക്യൂരിയോസിറ്റി കൊണ്ട്, എന്റെ അടങ്ങാത്ത ഇതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഞാൻ എവിടെയാണിത്? സത്യം ഇവിടെയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാന്നുള്ളത് പുള്ളി കുറച്ച് ബഹളമൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കിയിരുന്നു. ഇപ്പൊ പുള്ളിയും ഇല്ല. മനസ്സിലായോ? പുള്ളിയും ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞൊരു വാർത്ത ഉണ്ടാക്കും. ഇപ്പൊ പ്രളയം, കേരളത്തിലൊരു വലിയ പ്രളയ സമാനമായ സാഹചര്യം, മറ്റേ ആളുകൾ കടലിൽ പോയിട്ട് കാണാതായിരിക്കുന്നു. അത് ഇപ്പൊ 14-15 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ബന്ധുക്കൾ വന്ന് പറയുന്നു, അവരുടെ വീടുകളിലോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലോ, ഈ ജനങ്ങളുടെ കാര്യങ്ങളിലോ ഒരു കാര്യവും നിങ്ങൾ വാതുറന്ന് പറയാതെ നിങ്ങള് മോദിയെ പോലെയാണ്, അമിത്ഷായെ പോലെയാണെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ നിങ്ങൾ ധൈര്യമായിട്ട് നിയമസഭയിൽ വരാം. കാരണം പേടിക്കണ്ട. കാരണം നിങ്ങൾ ഒന്നിനും ഉത്തരം പറയണ്ട. നിങ്ങൾക്ക് വന്ന് വിമർശിച്ചിട്ട് പോയാൽ മതി. അപ്പൊ നിങ്ങൾ ഏറ്റവും നന്നായി എന്ത് ചെയ്യണ്ടേ? ഇതാണ് മൻമോഹൻ സിംഗിന്റെ ഒക്കെ കാലത്ത് BJP യോട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് ചെയ്യണ്ടേ പ്രജിത? എനിക്ക് തോന്നണത് പ്രജിത എങ്ങനെ അഡ്വൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്, ഈ മോദിനെ കണ്ട് പഠിക്കാൻ. ഇതാണ് അവരുടെ ഘട്ടത്തിലാക്കിയത് എനിക്ക് തോന്നുന്നു. താങ്കളാണെങ്കിൽ താങ്കൾ വിളിച്ച് തിരുത്തി പറ. വെറുതെ എന്താണെങ്കിലും ഒരു പാർട്ടി അങ്ങനെ ഇല്ലാതായി പോകുന്നതല്ല. നമുക്ക് എതിർക്കാനെങ്കിലും ഒരു BJP വേണ്ടേ? അവരെ എതിർക്കുന്നു പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് അവര് സമയമായിട്ടില്ല. പറഞ്ഞാലേ എതിർക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോ നിങ്ങളെ കാണാനില്ലെങ്കിൽ ഞാൻ എവിടെ പോയി എതിർക്കും? ഇപ്പൊ പ്രജിത ഇവിടെ ഇരിക്കണോണ്ട് എനിക്ക് മറുപടി പറയാം. അതായത് പ്രജിത വീട്ടിൽ തന്നെ ഇരിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? വീട്ടിലേക്ക് വണ്ടി ഓടിച്ചു വന്നിട്ട് ഡോറ് വിട്ടിട്ട് എതിർക്കുക.